ചരിത്രത്തിൽ ഇതാദ്യമായി ലക്ഷം കടന്ന് സ്വർണ്ണവില. പവന് 1,01,600 രൂപയായി. ഗ്രാമിന് 12,700 രൂപയാണ് ഇന്നത്തെ വില. ഈ വർഷം മാത്രം കൂടിയത് 44,800 രൂപയാണ്. കഴിഞ്ഞ വർഷം 1,00,000 കടന്ന സ്വർണ്ണവില ഈ വർഷം ഇരട്ടിയിലേറെയായി. വിലക്കയറ്റത്തെയും തോൽപ്പിക്കുന്ന വിധത്തിലാണ് പോയ വർഷങ്ങളിൽ സ്വർണത്തിന്റെ കുതിപ്പ്. അമേരിക്കൻ ഫെഡറൽ റിസർവ് നിരക്കിളവ് നൽകുന്നത് തുടരുന്നതാണ് സ്വർണ്ണക്കുതിപ്പിന് പ്രധാന കാരണം. യുക്രൈൻ യുദ്ധം, വെനസ്വേല അമേരിക്കൻ സംഘർഷം തുടങ്ങിയ ആഗോള അനിശ്ചിതത്വങ്ങളും കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. ഇന്ന് പവന് വില 1,760 രൂപ കൂടി 1,01,600 രൂപയും ഗ്രാമിന് 220 രൂപ കൂടി 12,700 രൂപയുമായി. വിവാഹ സീസണിൽ വില ഉയരുന്നത് സ്വർണം വാങ്ങാനിരിക്കുന്നവർക്കും വ്യാപാരികൾക്കും തിരിച്ചടിയാവുകയാണ്. ആക്ച്വലി ഇപ്പോൾ സീസണാണ്, കല്യാണ സീസണാണ്. പക്ഷേ നമ്മളുടെ ബിസിനസ് സ്വർണ്ണ വ്യാപാര രംഗത്തെ വളരെ അധികം പിടിച്ചുലച്ചിട്ടുണ്ട് റേറ്റ്. പേടിയില്ല, എങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ച് നല്ലൊരു റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ കൊണ്ട് ഇതുകൊണ്ട് ഒരു നിർവാഹമില്ല. 1984 1 ഗ്രാം സ്വർണ്ണത്തിന് 300 രൂപ ഉള്ളായിരുന്നു. ഇപ്പോൾ അത് 30 ഇരട്ടി കൂടുതലായി, ഇല്ലയോ? ഞങ്ങൾക്ക് സ്വർണം വേണ്ട, ഞങ്ങളുടെ പെൺപിള്ളേരെയും കെട്ടിക്കുന്നില്ല. സ്വർണ്ണം ഇട്ട് പെൺപിള്ളേരെയും കെട്ടിക്കുക, അവർ പൂണൂലിട്ട് കെട്ടിച്ചോളാം ഞങ്ങൾ. 10% പണിക്കൂലിയും GSTയും ചേർത്ത് ഇന്ന് 1 പവൻ ആഭരണ രൂപത്തിൽ വാങ്ങാൻ 1,15,112 രൂപയാകും. വിലക്കുതിപ്പിനെ തുടർന്ന് ഗോൾഡ് ETF-കളിൽ നിക്ഷേപിക്കുന്നവരുടെ എണ്ണവും കൂടുകയാണ്. ഒരു വർഷം കൊണ്ട് 1 പവന്റെ വിലയിലുണ്ടായത് 44,800 രൂപയുടെ വർധനയാണ്. 2026 സ്വർണം ഔൺസിന് $4,900 എത്തുമെന്നാണ് ഗോൾഡ്മാൻ സാക്സിന്റെ പ്രവചനം. വിലയേറുമ്പോൾ ലാഭമെടുപ്പും തിരുത്തലുമുണ്ടായേക്കുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ വില ഉയർന്നു തന്നെ നിൽക്കാനാണ് സാധ്യതയെന്ന് വിദഗ്ധർ പറയുന്നു. ബിസിനസ് ഡെസ്ക് 24. സ്വർണ്ണവില കൂടുന്നതുകൊണ്ട് സാധാരണക്കാരായ ആൾക്കാർക്ക് സ്വർണ്ണം ഉപയോഗിക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. സ്വർണം ഉപയോഗിക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ അത് ഈ കല്യാണ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പെൺകുട്ടികളുടെ വീട്ടിൽ അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ടാകും. എനിക്ക് സ്വർണത്തിനോട് പേഴ്സണലി അങ്ങനെ അധികം താല്പര്യമില്ല. കല്യാണത്തിന് കുറേ ഇടാൻ പറ്റില്ല. ഞങ്ങൾക്കിപ്പോൾ സ്വർണം വേണമെന്നൊന്നും നിർബന്ധമില്ല. പലപ്പോഴും പല ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് അതിലോട്ടാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ആരും അങ്ങനെ സ്വർണ്ണമൊന്നും ഉപയോഗിക്കാറില്ലല്ലോ. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ്. ഉള്ളവർ ഇടുക, അല്ലാത്തവർ വേണ്ടെന്ന് വെക്കുക. ഓൾറെഡി സ്വർണ്ണം മേടിച്ചു വെച്ചവർക്ക് എന്തായാലും അതൊരു ലാഭമായിരിക്കും. പിന്നെ ഇനിയും ഇതുവരെയും അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എടുക്കാത്തവർക്ക് നഷ്ടമാണ്. ഗോൾഡിനോട് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാറില്ല. ആക്സസറീസും യൂസ് ചെയ്യാമല്ലോ, ഗോൾഡ് തന്നെ വേണമെന്നില്ലല്ലോ. വീട്ടിലിരിക്കുന്ന സ്വർണം കൈവശമുള്ള ആൾക്കാരെല്ലാം ഇപ്പം അവരറിയാതെ തന്നെ അവർ റിച്ചായി എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത്. എന്തൊക്കെ പറഞ്ഞാൽ അവസാനം സ്വർണത്തിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഇന്ത്യയിൽ എല്ലാവരും കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും സ്വർണത്തിൻ്റെ വില ബാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വർണത്തിൻ്റെ വില കൂടുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കരുതുന്നവർക്ക് ചിലപ്പോൾ അത് നല്ലതായിട്ട് വിചാരിക്കുമായിരിക്കും. വില കൂടുമ്പം ഡിമാൻഡ് കുറയുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വില കുറയുമായിരിക്കാം, ഉപയോഗം കുറയുമായിരിക്കാം. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ ഇവർ പ്രിഫർ ചെയ്യുന്നതൊക്കെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, ഈവൻ ഞങ്ങളാണെങ്കിലും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആഭരണങ്ങളൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്. എക്കോണമി നോക്കുവാണെങ്കിൽ അതിൻ്റെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അത് കുറച്ച് ആർബിട്രറി ആണെന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. പിന്നെ കുറച്ച് പേര് അത് മോണോപ്ലൈസ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച്, അവരുടെ ആവശ്യത്തിനനുസരിച്ച് ആ വില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനുള്ള ഒരു ഒരു സാധ്യത അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് എനിക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.